ഹായ് ഓമി, ഹാപ്പി ഓണം. നമ്മുടെ ഓമിയുടെ ഫസ്റ്റ് ഓണം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു, തിരുവോണം. ആ തിരുവോണത്തിന്റെ അതേ ദിവസം സെപ്റ്റംബർ 5 ആണ് ഇട്ടിട്ട് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയും കുഞ്ഞിന്റെ ഫസ്റ്റ് തിരുവോണവും നമ്മള് കിംസിനകത്ത് ബേബി കുഞ്ഞുങ്ങളുടെ NICU-നകത്ത് കിടക്കുമായിരുന്നു. ഞാനും ഇവന്റെ കൂടെ വെട്ടി കിടക്കുമായിരുന്നു ആ ദിവസം. അപ്പൊ അശ്വിൻ ഇത് ഏർലി മോർണിംഗ്, എനിക്കൊന്ന് 12 മണി സമയത്താന്ന് തോന്നുന്നു, റൂമിൽ നിന്ന് താഴെ ICU-ൽ വന്ന് ഹാപ്പി ഓണവും പറഞ്ഞ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും പറഞ്ഞിട്ട് എന്റെ മുടി വിട് ഓമി പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. ഇറ്റ് വാസ് എ വെരി, എന്താ പറയാ, വെരി ലൈക്ക് എ സാഡ്, ഒരു മെലങ്കളിക് ഡേ. നമുക്ക് വല്ലാത്തൊരു, എന്താ പറയാ, തിരുവോണം ആണോ അല്ലെങ്കിൽ പുറത്ത് രാവിലെ ആണോ രാത്രി ആണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ആ ഒരു ടിൻറ്റിഡ് റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ഒരു, എന്താ പറയാ, ആ ഒരു ECG മെഷീന്റെ ഒക്കെ സൗണ്ടും ഒക്കെ കേട്ട് വല്ലാത്തൊരു ദിവസമായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഫോർമാലിറ്റിക്ക് അന്നൊരു ഓണം സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ അങ്ങനെ ഉള്ളുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി ടൈം ആയിരുന്നില്ല നമുക്ക്. ഞാൻ ബേസിക്കലി ഈവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം ഒരു 1.5 മന്തോളം എടുത്തു ആ ഒരു ട്രോമയിൽ നിന്നൊന്നും മാറാൻ. ഞാൻ ഒന്ന് നോർമൽ ആവാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. ഞാൻ രാത്രി ഒന്നും ഉറങ്ങുന്നില്ലായിരുന്നു. ആൻഡ് ഇവന് ഒരു ചുമ വന്നാൽ പോലും ഞാനിങ്ങനെ പാനിക്കായിട്ട് കരയാനൊക്കെ തുടങ്ങുമായിരുന്നു. ഞാൻ അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, കൊച്ചെന്താ വീണ്ടും ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചോട്ടോ. അതിൻ്റെ ഒരു 1.5 മാസം എടുത്തോട്ടെ എനിക്കൊന്ന് നോർമൽ ആവാൻ.